അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മോഡേൺ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ജപ്പാനിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള മോഡേൺ മാനേജ്മെൻറ്റ് പ്രൊഡക്ഷൻ ടെക്നിക്സുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൽ വരുന്ന ഒന്നാമത്തതാണ് ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം അല്ലെങ്കിൽ FMS എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം അതല്ലെങ്കിൽ FMS. ഓക്കെ, ഡ്യൂറിങ് 1960s മാർക്കറ്റ് കോമ്പറ്റീഷൻ ബിക്കെയിം മോർ ഇൻറ്റൻസ്. ഓക്കെ, ആ സമയത്ത് മെയിനായിട്ട് നമ്മൾ കോസ്റ്റിനാണ് പ്രൈമറി കൺസേൺ ആയിട്ട് എടുത്തത്. എന്നാൽ പിന്നീട് മാർക്കറ്റിനെ എന്ത് ചെയ്തു, പ്രാധാന്യം കൊടുത്തു. അതിനുശേഷം സ്പീഡ് ഓഫ് ഡെലിവറിയാണ് എന്ത് ചെയ്തത്, പ്രാധാന്യം കൊടുത്തത്. പിന്നീട് എന്ത് ചെയ്തു, കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് മാർക്കറ്റുകൾ വന്നെത്തിയത്. അതായത് മെയിൻലി നമ്മുടെ മാർക്കറ്റ് ഫ്ലെക്സിബിൾ മാനറിൽ പ്രവർത്തിക്കണം. ദാറ്റ് ഈസ് എന്താണ്, എൻവിയോൺമെൻറ്റ് എന്താണ്, എവർ ചേഞ്ചിങ് ആണ്. ഈ ചേഞ്ചിങ് എൻവിയോൺമെൻറ്റിൽ എന്ത് ചെയ്യണം, നമ്മുടെ മാനുഫാക്ചറിങ് സിസ്റ്റത്തിലും എന്തുണ്ടാവണം, ഒരു ഫ്ലെക്സിബിൾ സിസ്റ്റം ഉണ്ടാകണം എന്നുള്ള കൺസെപ്റ്റിലൂടെയാണ് ഈ ഒരു ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത്, ഉടലെടുക്കുന്നത്. ദാറ്റ് ഈസ് flexible manufacturing system is an automated production system that produces one or more families of parts in a flexible manner. ഒരു ഫ്ലെക്സിബിൾ മാനറിലൂടെ എന്ത് ചെയ്യുന്നു, ഒന്നോ അതിൽ കൂടുതലോ നമ്മൾ പാർട്സുകൾ, ഓരോ പ്രൊഡക്റ്റ് ഫാമിലിയുടെ പാർട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് പ്രൊഡക്ഷനെയാണ്, ഓട്ടോമേറ്റഡ് സിസ്റ്റം ഓഫ് പ്രൊഡക്ഷനെയാണ് ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഓട്ടോമേറ്റഡ് മെഷീൻ സെല്ല് consisting of a group of processing workstation interconnected with automated materials handling and storage system. Okay, അതായത് it is a group of numerically controlled machine tools. Okay, ഒരു numerically controlled machine ടൂളുകളാണ് ഈ സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്നത്. interconnected by a central control system. ഒരു സെൻട്രൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും. ആ സെൻട്രൽ കൺട്രോൾ സിസ്റ്റവുമായി കണക്ട് ചെയ്തിട്ടുള്ള കുറേ മെഷീൻ കൺട്രോൾഡ് മെഷീൻ, ന്യൂമറിക്കലി കൺട്രോൾഡ് മെഷീൻ ടൂൾസുകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹിയർ ദി വാരിയസ് മെഷീൻ സെൽസ് ആർ ഇന്റർ കണക്റ്റഡ് വിയ ലോഡിംഗ് ആൻഡ് അപ്ലോഡിംഗ് സ്റ്റേഷൻസ് ബൈ ആൻ ഓട്ടോമേറ്റഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ലോഡിംഗ് സ്റ്റേഷനും അപ്ലോഡിംഗ് സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഓട്ടോമേറ്റഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ, അതിലൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു മെഷീൻ സെല്ലുകളാണ് എന്ത് ഇവിടെ ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റത്തിൽ വരുന്നത്. ദാറ്റ് ഈസ് ഹിയർ ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം മെയിൻലി ഫോക്കസസ് ഓൺ ചേഞ്ചസ്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദി മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് ദാറ്റ് റെഡിലി അഡാപ്റ്റബിൾ ടു ചേഞ്ചസ് ഇൻ ദി പ്രൊഡക്റ്റ് ബീങ് മാനുഫാക്ചർഡ്. ഓക്കെ, നമ്മുടെ പ്രൊഡക്ഷൻ നടത്തുന്ന പ്രൊഡക്റ്റിൽ ചേഞ്ചസ് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാനുഫാക്ചറിങ് സിസ്റ്റമാണ്. ബോത്ത് ടൈപ്പ് ആൻഡ് ക്വാണ്ടിറ്റി. ഓക്കെ, നമ്മുടെ ക്വാണ്ടിറ്റിയിലും അതിൻ്റെ രൂപത്തിലും ഒക്കെ മാറ്റം വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. മെഷീൻസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റംസ് ആർ കോൺഫിഗേർഡ് ടു മാനുഫാക്ചർ ഡിഫറെൻറ്റ് പാർട്സ് ആൻഡ് ഹാൻഡിൽ വേരിയിങ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പം മെയിൻലി ഇതെന്താണ്, ഒരു ന്യൂമറിക്കലി കൺട്രോൾഡ് സിസ്റ്റമാണ്. ഓക്കെ, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് കോൺഫിഗറേഷൻ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മാനുഫാക്ചറിങ് ആണ് ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് റെഡിലി അഡാപ്റ്റബിൾ ടു മേക്ക് ചേഞ്ചസ് ടു പ്രൊഡക്റ്റ് ടൈപ്പ് ആൻഡ് ക്വാളിറ്റി. ഓക്കെ, ഇനിയാണ് നമ്മൾ ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഇൻട്രൊഡ്യൂസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുവാൻ അതെന്താണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് വൈ എ സ്മോൾ ഓർഗനൈസേഷൻ കനോട്ട് അഫോർഡ് ദിസ് ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് സിസ്റ്റം അറ്റ് ദാറ്റ് ടൈം. കറൻ്റ്ലി ദി ട്രെൻഡ് ഇൻ FMS ഈസ് ടുവാർഡ്സ് സ്മോൾ വേർഷൻ ഓഫ് ദി ട്രഡീഷണൽ FMS. ഓക്കെ, ഈ ഒരു ട്രഡീഷണൽ FMSൻ്റെ സ്മോൾ വേർഷൻ ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡാണ് നിലവിൽ വരുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സെൽ. അതിനെയാണ് ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സെൽസ് എന്നാണ് അറിയപ്പെടുക. അതായത് ടുഡേ 2 or more CNC മെഷീൻസ് ആർ കൺസിഡേർഡ് ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സെൽ. അതായത് CNC എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ന്യൂമറിക്കലി കൺട്രോൾഡ് മെഷീൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, CNC മെഷീൻസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ വരുന്ന കുറച്ച് മെഷീൻസ്, 2 or more മെഷീൻസിൻ്റെ കൂട്ടമാണ് എന്ത് ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സെൽസ് എന്ന് പറയുന്നത്. ആൻഡ് 2 or more cells are considered
ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം. കുറേ ഫ്ലെക്സിബിൾ സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ്, CNC മെഷീൻസിൻ്റെ കുറേ കൂട്ടങ്ങൾ, അതാണ് ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സെല്ല്. അതാണ് കോമൺ ആയിട്ട് ഇന്ന് മാനുഫാക്ചറിങ് കൺസേണിൽ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മീനിങ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആണ്. നമ്മളിവിടെ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം, അതായത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊഡ്യൂസ് റീസണബിളി പ്രൈസ്ഡ് കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ഓഫ് ഹൈ ക്വാളിറ്റി ദാറ്റ് ക്യാൻ ബി ക്വിക്ക്ലി ഡെലിവേർഡ് ടു കസ്റ്റമേഴ്സ്. മാനുഫാക്ചറിങ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, റീസണബിളി പ്രൈസ്ഡ് കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ഓഫ് ഹൈ ക്വാളിറ്റി ദാറ്റ് ക്യാൻ ബി ക്വിക്ക്ലി ഡെലിവേർഡ് ടു കസ്റ്റമേഴ്സ്. ഓക്കെ, കസ്റ്റമേഴ്സിന് പെട്ടെന്ന് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന റീസണബിളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഫ്ലെക്സിബിലിറ്റി എന്നതുകൊണ്ട് മാനുഫാക്ചറിങ് കൺസേണിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ലെവൽസ് ഓഫ് മാനുഫാക്ചറിങ് ഫ്ലെക്സിബിലിറ്റീസ്. മാനുഫാക്ചറിങ് ഫ്ലെക്സിബിലിറ്റീസിൻ്റെ കേസിൽ വരുന്ന ലെവൽസുകളാണ്, മെയിനായിട്ട് 3 ലെവൽസുകളാണ് വരുന്നത്. അതായത് ബേസിക് ഫ്ലെക്സിബിലിറ്റീസ്, സിസ്റ്റം ഫ്ലെക്സിബിലിറ്റീസ്, അഗ്രഗേറ്റ് ഫ്ലെക്സിബിലിറ്റീസ്. ഓക്കെ, ഹിയർ ബേസിക് ഫ്ലെക്സിബിലിറ്റീസ് ഇൻക്ലൂഡ് മെഷീൻ ഫ്ലെക്സിബിലിറ്റി, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഫ്ലെക്സിബിലിറ്റി, ഓപ്പറേഷൻ ഫ്ലെക്സിബിലിറ്റി. മെഷീൻ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, ഒരു മെഷീനറിക്ക് എത്രത്തോളം ഈസി ഓപ്പറേഷനിലൂടെ എങ്ങനെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കും, അതിൻ്റെ ചേഞ്ചസ് എങ്ങനെ വരുത്താൻ പറ്റും എന്നുള്ളതാണ് മെഷീൻ ഫ്ലെക്സിബിലിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഫ്ലെക്സിബിലിറ്റി ആണ് സെക്കൻഡ് വൺ വരുന്നത്. അതായത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ പ്രോപ്പർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് എന്തിനാണ്, പ്രോപ്പർ പൊസിഷനിങ് ഓഫ് എന്താണ് മെറ്റീരിയൽസ് ആണ്, ഡിഫറെൻറ്റ് പാർട്സ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ. ദെൻ ഓപ്പറേഷൻ ഫ്ലെക്സിബിലിറ്റി ആണ് മറ്റൊന്ന് വരുന്നത്. ഓപ്പറേഷൻ ഫ്ലെക്സിബിലിറ്റി ഷോസ് ദി അൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ ടു പ്രൊഡ്യൂസ് എ ടൈപ്പ് ഓർ പാർട്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി. അതായത് സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി ഇൻക്ലൂഡ്സ് വോളിയം ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻഷൻ ഫ്ലെക്സിബിലിറ്റി, റൂട്ടിംഗ് ഫ്ലെക്സിബിലിറ്റി, പ്രോസസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് പ്രൊഡക്റ്റ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, സിസ്റ്റം ഫ്ലെക്സിബിലിറ്റിയിൽ വരുന്ന ഒന്നാമത്തതാണ് വോളിയം ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വോളിയം ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് വോളിയംസ് ഓഫ് ഔട്ട്പുട്ട് ആണ്, ഡിഫറെൻറ്റ് വോളിയംസ് ഓഫ് പാർട്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എക്സ്പാൻഷൻ ഫ്ലെക്സിബിലിറ്റി. ദാറ്റ് ഈസ് എക്സ്പാൻഷൻ ഫ്ലെക്സിബിലിറ്റി ഷോസ് ദി എബിലിറ്റി ടു എക്സ്പാൻഡ് ദി ഓർഗനൈസേഷണൽ ഓപ്പറേഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റൂട്ടിംഗ് ഫ്ലെക്സിബിലിറ്റി ആണ്. റൂട്ടിംഗ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പാത്തുകൾ സൂചിപ്പിക്കാനാണ്. അതായത് ഒരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് പാത്ത് അല്ലെങ്കിൽ വേ, ഓക്കെ, അതിൻ്റെ റൂട്ടിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പ്രോസസ് ഫ്ലെക്സിബിലിറ്റി. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്ത് ചെയ്യാണ്, അതിൻ്റെ സെറ്റപ്പിനെ സൂചിപ്പിക്കാനാണ്. പ്രൊഡക്ഷനുമായിട്ട് വരുന്ന അതിൻ്റെ സെറ്റപ്പ്, പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട സെറ്റപ്പ് വിത്തൗട്ട് ഇൻകറിങ് അഡീഷണൽ കോസ്റ്റ്. ഓക്കെ, അത്തരത്തിൽ വരുന്ന അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയെ സൂചിപ്പിക്കാനാണ് പ്രോസസ് ഫ്ലെക്സിബിലിറ്റി കാണിക്കുന്നത്. മറ്റൊന്ന് വരുന്നത് എന്താണ്, പ്രൊഡക്റ്റ് ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് ഒരു ഓർഗനൈസേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന നിലവിലുള്ള സെറ്റപ്പിനെ ബേസ് ചെയ്തുകൊണ്ട്, ഒരു അഡീഷണൽ കോസ്റ്റ് വരാതെ നിലവിലുള്ള സെറ്റപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന, മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്, ഇവിടെ പ്രൊഡക്റ്റ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് അഗ്രഗേറ്റ് ഫ്ലെക്സിബിലിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് പ്രോഗ്രാം ഫ്ലെക്സിബിലിറ്റി, പ്രൊഡക്ഷൻ ഫ്ലെക്സിബിലിറ്റി, മാർക്കറ്റ് ഫ്ലെക്സിബിലിറ്റി വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഇൻ്റർവെൻഷൻ. ഓക്കെ, എക്സ്റ്റേണൽ ഇൻ്റർവെൻഷൻ കൂടാതെ ലോങ് ടേം ആയിട്ട് നമുക്ക് അതിൻ്റെ റൺ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ എബിലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് പ്രോഗ്രാം ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പ്രൊഡക്ഷൻ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് ചെയ്തുകൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്താതെ എന്ത് ചെയ്യണം, നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്ന അതിൻ്റെ ഒരു കപ്പാസിറ്റിയെ, അതിൻ്റെ എബിലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് പ്രൊഡക്ഷൻ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റ് ഫ്ലെക്സിബിലിറ്റി ആണ് മറ്റൊന്ന് വരുന്നത്. മാർക്കറ്റ് ഫ്ലെക്സിബിലിറ്റി ഷോസ് ദി എബിലിറ്റി ടു അഡാപ്റ്റ് ചേഞ്ചസ് ഇൻ എൻവയോൺമെൻറ്റ് ഓർ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷനിൽ ഉണ്ടാകുന്ന മാറ്റം അത് അഡാപ്റ്റ് ചെയ്യാനുള്ള, ആ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് മാർക്കറ്റ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ദീസ് ആർ ദി ലെവൽസ് ഓഫ് മാനുഫാക്ചറിങ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ.